ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻസും മൈലേജിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ തന്നെ വാട്ടർ സർവീസ് വന്നിട്ടുണ്ട്. മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്ററൊക്കെ ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് അയച്ച് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ പ്ലഗ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലഗ് ഒന്ന് നമുക്ക് മാറ്റിയിടണം. ഈ പ്ലഗ് ഒന്ന് മാറ്റിയിടണം. പിന്നെ അതുപോലെ അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് ട്രെയിനർ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് മൈലേജ് ഒന്ന് ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും എത്തിയിട്ട് മൈലേജിൻ്റെ വല്ല പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഹെഡിൻ്റെ ഡീകാർബണേഷൻ ചെയ്യേണ്ടി വരും. ഹെഡിൻ്റെ കരിയുടെ അളവ് കൂടിയിട്ടായിരിക്കും നമുക്ക് ആ മൈലേജിൻ്റെ പ്രോബ്ലം കാണിക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ 30,000 കിലോമീറ്ററിൽ നമുക്കത് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 49,424 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 30,000 കിലോമീറ്റർ അത് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് മൈലേജിൻ്റെ മുന്നേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇപ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ തൽക്കാലം ഇത്തവണത്തെ കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് മൈലേജിൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വർക്ക് ഡീകാർബണേഷൻ ചെയ്യേണ്ടി വരും. നമുക്ക് അതിൻ്റെ ഈ പെട്രോളിൻ്റെ പൈപ്പ് കൂടി ഒന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ചെറിയ രീതിയിൽ കട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കാം. അപ്പോൾ ആ നിലവിൽ വരുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം അവർ.